നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ഉള്ളിത്തീയലാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ ഏകദേശം ഗോൾഡൻ കളറായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് ഓഫാക്കാം. ഇതിന് ചൂടാറാൻ വെച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇളക്കിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി മുറിച്ചില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഏകദേശം ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണക്കൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് വീണ്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അധികം വെള്ളം ചേർത്ത് കൊടുത്ത് ലൂസാക്കണമെന്നില്ല, കാരണം ഒരു ചെറിയ കട്ടിയിലിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം, ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വെറും 15 മിനിറ്റ് മാത്രം മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.